നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മൈലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ആയിട്ട് ഒന്നും അല്ല കേട്ടോ വന്നേക്കുന്നത്. ഞാൻ എവിടെ പോയി മുങ്ങിയെന്ന് വിചാരിച്ചോ നിങ്ങൾ? വീഡിയോ ഇല്ല, ഇന്നലത്തെ ഉച്ചയ്ക്ക് മൺഡേ ഷോർട്ട് വീഡിയോ ഇല്ല, ട്യൂസ്ഡേയിൽ ഒരു വീഡിയോ ഇല്ല, മെയിൻ വീഡിയോ വന്നിട്ടില്ല. അപ്പോൾ എവിടെ പോയി വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഓർഡർ ചെയ്തിട്ടാണെങ്കിൽ റിപ്ലൈയും കിട്ടുന്നില്ല, അതൊക്കെ അല്ലേ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത്. എല്ലാം ഉണ്ട്. നമ്മൾ സൺഡേ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മെസ്സേജസ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാടുണ്ടെന്ന് മാത്രമല്ല, നോക്കി വരാൻ സാവകാശം ആവശ്യമാണ്. കാരണം ഷോപ്പിലെ മെറ്റീരിയൽസും വീഡിയോയിലും കൂടെ കാണിക്കുന്നതുകൊണ്ട് താഴെ മുകളിലായിട്ട് അവർക്ക് മെസ്സേജ് കുറേയൊക്കെ അറ്റൻഡ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും ഇനിയും പെൻഡിങ് ഉണ്ട്. അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർ ഒന്നുകൊണ്ടും വറീഡാവണ്ട, നോക്കി വരുന്നേ ഉള്ളൂ. വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക. അയച്ചാൽ വീണ്ടും മെസ്സേജ് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ അത്രയും സമയം എടുക്കും. പിന്നെ അതുമല്ല, ഇതെല്ലാം ഓർഡർ എടുത്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ് വന്നെല്ലാം കട്ട് ചെയ്താവണ്ടേ. നമുക്ക് നല്ല സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് മീൻസ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓരോ അസുഖങ്ങൾ, കണ്ണിന് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കണ്ണിന് അസുഖം വന്നിട്ട്. അപ്പോൾ ഈ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്നവർക്ക് അപ്പോൾ അവർ ഫുൾ ലീവാക്കില്ല, നിവൃത്തിയില്ലല്ലോ. പിന്നെ അത് സ്പ്രെഡ് ആവുന്ന അസുഖമല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നില്ല. പിന്നെ ഷോപ്പിലാണെങ്കിലും നമുക്ക് 1-2 അസുഖങ്ങളും ഫാമിലിയിലെ അസുഖങ്ങളും ഒക്കെ ആയിട്ട്, അപ്പോൾ എല്ലാം കൂടെ ഒരു സമയത്ത് വന്നതുകൊണ്ട് ഞാനും കണ്ടോ ഒരു പനിയുടെ ഒക്കെ ജലദോഷമൊക്കെ പിടിച്ച് എല്ലാവരും ഓവർലോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഓർഡർ എടുത്ത് അറ്റൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓരോന്നായി അറ്റൻഡ് ചെയ്ത് വന്ന് ക്ലിയർ ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോ ഇടുള്ളൂ. അപ്പോൾ മിക്കവാറും വീഡിയോ ശരിക്കും ഇന്ന് ഇടാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നാളത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്താൽ വീണ്ടും പഴയ മെസ്സേജസ് തന്നെ ആൻസർ കൊടുക്കാതെ കിടക്കുമ്പോൾ അത് വീണ്ടും അപ്ലോഡ് ചെയ്താൽ ഒരു മോശം പരിപാടിയല്ലേ. അപ്പോൾ പറ്റിയ ഒരു ഷോർട്ട് വീഡിയോ നാളെ ഉച്ചയ്ക്ക് ഇടാൻ പറ്റുന്നു. ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്താ കാണാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒത്തിരി സന്തോഷം. എന്നെ അന്വേഷിക്കാനൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, കുഴപ്പമില്ല. അപ്പോൾ നാളെ നോക്കട്ടെ, ഏകദേശം ഒന്ന് കൺട്രോളായി കട്ടിങ് ഒക്കെ നടക്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഷോർട്ട് വീഡിയോ ഇടാം. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ വീഡിയോ നോക്കിയിട്ട്, ഇനി ശരിക്കും ഇനി മെയിൻ വീഡിയോ വരേണ്ടത് തേഴ്സ്ഡേ ആണ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണല്ലോ. അപ്പം ഞാൻ അതിന് മുമ്പ് എന്തായാലും മെയിൻ വീഡിയോയ്ക്ക് മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അതാണ് ഇപ്പോൾ വെറുതെ വന്നൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്തൊരു കുർത്തി. ഇതിൻ്റെ വെച്ചാൽ ഈ ഒരു പാനൽ കട്ടിൽ ഞാൻ പ്ലസ് സൈസിൽ അന്നൊരു ഓഫ് വൈറ്റിൽ ചെയ്തത് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഹക്കോബ ആൻഡ് കോട്ടൺ ബുട്ടയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു പ്ലസ് സൈസിൽ ഒരാൾക്ക് തന്നെയാണ്, പക്ഷേ ആ പാനൽ കട്ട് ചെയ്തിട്ടൊരു കുർത്തി ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ആ ഹക്കോബിലെ കളർ കൃത്യം അറിയാം. ലൈറ്റ് ബ്ലൂവും ആ ഞാൻ പറഞ്ഞിരുന്നു 2 ബ്ലൂ ഷെയ്ഡാണ് വരുന്നതെന്ന്. അതിന് 3 ലെയർ ലേസ് കൊടുത്തു. ഇങ്ങനെ താഴെ 1 ലെയർ ഇത് ലേസാണ്. പിന്നെ നമ്മുടെ ബ്രിഡ്ജ് ലേസ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ കൊടുത്തു. ഇത് തമ്മിൽ 2 സെറ്റും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ. പിന്നെ താഴെ ഇങ്ങനെ ഒരു കൊച്ചരി ലേസും കൂടെ വെച്ച് കൊടുത്തു. ഇത് പാനൽ കട്ട്. ഇത് കണ്ടോ, 1 2 3 4 5 6 7 8 9 പീസസ് ആട്ടോ. ഒരു പീസ് സൈഡിലുണ്ട്. 9 പീസസാണ് താഴെ വന്നിരിക്കുന്നത്, യോക്ക് കൊടുത്തിട്ട്. ഇതൊരു മെറ്റേണിറ്റി വെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ സിബുണ്ട്, 2 സൈഡിലും സീക്രട്ട് സിബുണ്ട്. സ്ലീവിനും ഇങ്ങനെ ഒരു മോഡൽ കൊടുത്തു. ഇതുണ്ടോ, ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്ത് ഒരു വെറൈറ്റി മോഡൽ. ഈ ഒരു ടൈപ്പ് സ്റ്റിച്ചിങ്ങിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 1000 റുപ്പീസാണ്. പിന്നെ മെറ്റീരിയൽ കോസ്റ്റും എല്ലാം കൂടെ പുറമെ. ഇതിന് അത്രയും ഫ്ലെയറിൽ അത്രയും പാനൽസ് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി വെറുതെ വന്നൊന്നും വേണ്ട. അപ്പോൾ ഏതായാലും കൗണ്ടറിൽ കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ച കുറച്ച് ജോർജറ്റ് ഞാൻ പറഞ്ഞത് എടുത്ത് മാറ്റേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഒരു മെറ്റീരിയലും കാണിക്കാതെ വെറുതെ ഒരു വീഡിയോ ചെയ്തൊന്നും വേണ്ടത്. നമ്മുടെ പ്ലെയിൻ ജോർജറ്റ്, ഡയമണ്ട് ജോർജറ്റിൽ പ്ലെയിൻ വരുന്നതാണേ. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറ്, 58 ഇഞ്ച് എടുത്ത് 58 ഇഞ്ച് വീതിയുണ്ട്. 130 റുപ്പീസ് പെർ മീറ്റർ, 130. അതിൽ നല്ലൊരു ലൈറ്റ് ഓണിയൻ പിങ്ക് കളറ്. ഇത് ആക്ച്വലി മെറ്റീരിയൽസ് കാണിക്കാൻ ഉദ്ദേശിച്ച് വന്നതല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതും ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടോളൂ. ഓർഡർ ചെയ്തിട്ട് അവൈലബിൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, എന്നാലും നിങ്ങൾ ആവശ്യമുള്ളവർ ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇതൊരു ഡാർക്ക് ഗ്രേ, ഒരു ബ്ലാക്കിലേക്ക് എത്താറായ ഗ്രേ, 58 ഇഞ്ച് എടുത്തുണ്ട്, 58 ഇഞ്ച് എടുത്തുണ്ട്. ഈ ജോർജറ്റ് പ്രത്യേകിച്ച് നമ്മൾ ഫോട്ടോസ് എടുത്ത് കാണിച്ചു തന്നാൽ അത് കളർ ക്ലിയർ ആവില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ആവശ്യമെങ്കിൽ പെടുകയാണെങ്കിൽ, ഇത് നമ്മളൊരു കോഫി ബ്രൗണിൻ്റെയും പർപ്പിളിൻ്റെ ഇടയിലുള്ള സുന്ദരി കളറാണ്. 58 ഇഞ്ച് എടുത്ത് 130 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ മെറ്റീരിയൽസ് ഇതും ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടോളൂ. അവർ ഓരോന്നേരം നോക്കി വരാൻ സമയമെടുക്കും. അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്തിട്ട് ആൻസേഴ്സൊക്കെ തരും. പിന്നെ ഇപ്പോഴും കുറേ പേര് ജസ്റ്റ് അവൈലബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും മെസ്സേജസിൻ്റെ ഇടയിൽ നിങ്ങൾ അവൈലബിൾ എന്ന് ചോദിച്ചാൽ, അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എത്ര മീറ്ററാന്ന് ചോദിക്കുമ്പോൾ ആ മെസ്സേജ് പിന്നെ വീണ്ടും മുകളിൽ പോയി താഴെ നിന്നാണ് നോക്കി വരുന്നത്. ആ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ വാട്സപ്പ് നോക്കുന്ന എപ്പോഴും താഴെ, നമ്മൾ ആദ്യം വന്ന മെസ്സേജ് തൊട്ടാണ് നോക്കി തുടങ്ങുക. അപ്പോൾ നിങ്ങൾ വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ നമ്പർ എപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. റിപ്ലൈ കിട്ടാൻ അത്രത്തോളം സാവകാശം വരും. പിന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് 10 AM to
5 PM 5:30 വരെയാണ് ഉണ്ടാവുക, അവർ ഓൺലൈനിൽ ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ കുറച്ച് ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈനിലൊക്കെ കാണുന്നത്. അപ്പോൾ കോൾ ചെയ്താൽ ആ നമ്പേഴ്സിൽ അറ്റൻഡ് ചെയ്യില്ല. കോൾ ചെയ്യുന്നത് വർക്കിംഗ് ടൈമിൽ കസ്റ്റമർ കെയർ നമ്പർ, അത് ആ ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നോക്കിയാൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം, അതൊന്ന് മനസ്സിലാവും നമുക്ക്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് പണ്ടത്തെ വീഡിയോസൊക്കെ കാണാം. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസിൽ പിന്നെ കുറച്ചൊക്കെ മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ എല്ലാ മെറ്റീരിയൽസ് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാം. ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് ചോദിച്ചാലും, പക്ഷേ അത് കൺഫേം ഓർഡർ ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൺഫേം ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്യുക. കാരണം ജസ്റ്റ് അവർക്ക് വന്ന് ഫോട്ടോസ് എടുത്ത് തന്ന് പിന്നെ മീറ്റർ എത്ര ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്രയും സമയമില്ല. ഈ വാട്സപ്പിലൂടെ നമുക്ക് അങ്ങനെ അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, വെബ്സൈറ്റിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാം, വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ നോക്കിയിട്ട് അപ്പോൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് വിടുന്നവരുണ്ട്. പിന്നെ സമയം എടുക്കും അത്, അപ്പോൾ അതങ്ങനെ ചെയ്യണ്ട. പിന്നെ കട്ട് ചെയ്ത് ഒക്കെ അയക്കാനുള്ളൊരു സാവകാശം, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ വരാത്തത്. അപ്പോൾ ഇന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. നമ്മൾ ഓരോന്ന് അധികം വൈകാതെ തന്നെ മറ്റ് മെയിൻ വീഡിയോ ആയിട്ട് വരാം. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.